കേരളം കടം കയറി തളർന്നിരിക്കുന്നു എന്ന ആക്ഷേപം അല്പം കാര്യഗൗരവമുള്ള ആരും ഇന്ന് ഉന്നയിക്കുന്നില്ല. ധന ഉത്തരവാദിത്ത നിയമത്തിൻ്റെ പരിധി വിട്ട് കടം വാങ്ങാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ കടപരിധിയുടെ കാര്യത്തിൽ പല തൊടുന്യായങ്ങളും പറഞ്ഞ് കൂടുതൽ വെട്ടിക്കുറവ് വരുത്തുന്നു എന്നത് സത്യമാണ്. കേരളത്തിൻ്റെ കടത്തെപ്പറ്റിയുള്ള 2-3 പതിറ്റാണ്ട് കാലത്തെ സ്ഥിതിവിവരം നോക്കുന്നവർക്ക് കൃത്യമായി അറിയാം, ഓരോ 5 വർഷത്തിലും സഞ്ചിത കടം ഇരട്ടിയാവുകയാണ് പതിവ്. മുൻ സർക്കാരിൻ്റെ തുടക്കത്തിൽ 1,57,370 കോടി രൂപയായിരുന്നു. ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴേക്കും അത് 2,96,901 കോടി രൂപയായിരുന്നു. 2024-25 കടം 4,35,314 കോടി രൂപയായി. 25-26 ഈ ബജറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്ന കടത്തിൻ്റെ സംഖ്യ 4,88,910 കോടി രൂപയാണ്. സർ, കടം ഇരട്ടിച്ചിരുന്നെങ്കിൽ കുറഞ്ഞത് 5,93,802 കോടി രൂപയിൽ എത്തണമായിരുന്നു. സംസ്ഥാനത്തിൻ്റെ കടം താങ്ങാവുന്ന പരിധിക്കുള്ളിലാണ് എന്നത് നിലവിൽ ഉപയോഗിക്കുന്ന ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും വ്യക്തമാവും. കേരളത്തിൻ്റെ കടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അനുപാതം ഇപ്പോൾ 33.44%. കേരളത്തിൻ്റെ കടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അനുപാതം 2021 38.47%. 4 വർഷം കൊണ്ട് 5%-ഓളമാണ് സർ കുറഞ്ഞത്. കേരളത്തോടുള്ള അവഗണന. സർ, ഏറെക്കാലം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കാണിക്കുന്ന ഒത്തൊരുമ പരസ്യമായ രഹസ്യമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരുമെല്ലാം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങും. കേരളത്തിൻ്റെ കഥ ദൗർഭാഗ്യമെന്ന് പറയട്ടെ നേർവിപരീതമാണ്. കേന്ദ്ര അവഗണനയുടെ വാർത്ത പുറത്തു വരുമ്പോൾ ആഘോഷിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രകൃതി ദുരന്ത കാലത്ത് പോലും അതുണ്ടായി. പക്ഷേ സമീപകാലത്തൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ കണക്കുകൾ നിരത്തിക്കൊണ്ട് കിട്ടാവുന്ന എല്ലാ വേദികളിലും അവഗണനയുടെ സത്യം ഞങ്ങൾ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വലിയ അവഗണനയുണ്ടെന്ന കാര്യം ഇപ്പോൾ വിദഗ്ധന്മാരും മാധ്യമങ്ങളും പൊതുവെ സമ്മതിക്കുന്നുമുണ്ട്. സർ, കേന്ദ്ര അവഗണനയെ പ്രതിരോധിക്കാനുള്ള ഒന്നാമത്തെ മാർഗ്ഗം അനീതിയാണ് നടക്കുന്നതെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. കേരളം സംഘവിദഗ്ധന്മാർ ഒത്തൊരുമയോടെ നിന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അവഗണനയുടെ ചിത്രം ബജറ്റ് പ്രസംഗത്തിൽ നൽകേണ്ടതുണ്ട് എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ചുരുക്കി പറയാം. സർ, 1. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ചേർന്നുള്ള സംയുക്ത ഗവൺമെൻറ് വലിപ്പം കുറയ്ക്കാൻ കേന്ദ്രം നിരന്തരം പരിശ്രമിക്കുന്നു. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നിയോ ലിബറൽ പരിഷ്കാരങ്ങൾ തുടങ്ങിയ കാലം മുതൽ കേന്ദ്രത്തിനെ പിടികൂടിയ ഒരു വ്യാധിയാണത്. ഏറ്റവും ചെറിയ ഗവൺമെൻറ്റാണ് ഏറ്റവും നല്ല ഗവൺമെൻറ് എന്നതായിരുന്നു ആ കാഴ്ചപ്പാട്. വികസിത രാജ്യങ്ങൾ ദേശീയോൽപാദനത്തിൻ്റെ 50% വരെ നികുതിയായി പിരിച്ചെടുത്ത് ചെലവ് ചെയ്യുമ്പോഴാണ് ഇന്ത്യ സർക്കാരിനെ ചെറുതാക്കാൻ പരിശ്രമിക്കുന്നത്. പക്ഷേ സർക്കാരിൻ്റെ വലിപ്പം കുറയ്ക്കാനുള്ള ഉത്തരവാദിത്വം മുഴുവനും സംസ്ഥാനങ്ങൾക്ക് മുകളിലാണ് കെട്ടിവെക്കുന്നത്. സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനവും വായ്പാ പരിധിയും വെട്ടിക്കുറയ്ക്കുന്നു. ഒപ്പം കൂടുതൽ ചെലവ് ഉത്തരവാദിത്തങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു. 2. കേന്ദ്രത്തിൻ്റെ നികുതി വരുമാനത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കേണ്ട തുകയുടെ ഡിവിസിബിൾ പൂൾ അനുപാതം വെട്ടിക്കുറയ്ക്കുന്നു. വീതം വയ്ക്കേണ്ടാത്ത സെസ്സും സർചാർജും മറ്റും ഉയർത്തുന്നു. വീതം വയ്ക്കേണ്ട കോർപ്പറേറ്റ് നികുതിയിലും മറ്റും വലിയ ഇളവ് നൽകുന്നു. എന്തിനേറെ പറയുന്നു, സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനത്തിൽ മുഖ്യ സ്രോതസ്സായ GSTയുടെ നിരക്കുകൾ പോലും കേന്ദ്രം ഏകപക്ഷീയമായി വെട്ടിക്കുറയ്ക്കുന്നു. സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ട കോമ്പൻസേഷൻ നൽകുന്നുമില്ല. സർ, 3. സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കേണ്ട തുക കുറയുന്നതിനോടൊപ്പം അതിൽ കേരളത്തിന് വിഹിതം കുത്തനെ വെട്ടിക്കുറയ്ക്കുന്നു. 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.88% വിഹിതം 15ാം ധന കമ്മീഷനിലെത്തിയപ്പോൾ 1.92% കുറഞ്ഞു. കേന്ദ്ര ധന കമ്മീഷൻ ശുപാർശയിൽ പ്രാദേശിക സർക്കാരുകൾക്ക് നൽകുന്ന ഗ്രാൻറ്റിലും കേരളത്തിൻ്റെ ഓഹരി ഗണ്യമായി കുറഞ്ഞു. 12ാം കമ്മീഷൻ്റെ കാലത്ത് 4.54% കേരളത്തിൻ്റെ വിഹിതം 15ാം ധനകാര്യ കമ്മീഷനായപ്പോൾ 2.68% ഇടിഞ്ഞു. 4. നികുതി വിഹിതം കുറച്ചതിൻ്റെ ക്ഷീണം പരിഹരിക്കാനാണ് റവന്യൂ കമ്മി ഗ്രാൻഡ് അനുവദിച്ചത്. GST വരുമാനത്തിൽ ഇടിവുണ്ടായത് പരിഹരിക്കാനാണ് GST കോമ്പൻസേഷൻ ഗ്രാൻഡ് അനുവദിച്ചത്. ഈ 2 ഗ്രാൻറ്റുകളും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രം നിർത്തലാക്കി. 5. മേൽപ്പറഞ്ഞതിന് പുറമെയാണ് സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ വലിയ വെട്ടുകുറവുണ്ടായത്. കോവിഡ് മഹാമാരിയുടെ കാലത്തിനൊന്നിച്ച് അധിക വായ്പാ പരിധി ഇല്ലാതായി. സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കൊണ്ടുവന്ന ധീരമായ പരീക്ഷണമാണ് കിഫ്ബി. ദേശീയപാത അതോറിറ്റിയുടെയും മറ്റും മാതൃക പിന്തുടർന്ന് കൊണ്ടുവന്ന കിഫ്ബിയെ പൂർണ്ണമായും റദ്ദ് ചെയ്യുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചത്. കിഫ്ബി മുൻപെടുത്ത വായ്പയും സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ നിന്നും കുറവ് ചെയ്തു. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികാതിരിക്കാൻ കൊണ്ടുവന്ന പെൻഷൻ കമ്പനിയുടെ വായ്പകളും തിരിച്ചടവ് പരിഗണിക്കാതെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ നിന്നും കുറവ് ചെയ്തു. ട്രഷറിയിൽ അക്കൗണ്ടിലെ നിക്ഷേപങ്ങൾ പോലും സർക്കാരിൻ്റെ വായ്പയായി പരിഗണിച്ച വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്ന അനുഭവം ഉണ്ടായി. 6. ആസൂത്രണ കമ്മീഷൻ ഇല്ലാതായതോടുകൂടി സംസ്ഥാനത്തിന് ലഭിച്ചിരുന്ന പ്ലാൻ ഗ്രാൻഡ് ഇല്ലാതായി. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചു. ഏറ്റവും ഒടുവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും കേന്ദ്രം പിന്മാറുകയാണ്. ദുരന്തകാലത്ത് ഇന്ത്യയിലെ ഗ്രാമീണ ജീവിതങ്ങൾക്ക് തണലായ തൊഴിലുറപ്പ് പദ്ധതിയുടെ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു. സാർ, തൊഴിലുറപ്പ് പദ്ധതിയിലെ പുതിയ കേന്ദ്ര സമീപനം മൂലം സംസ്ഥാനത്തിന് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ 2000 കോടി രൂപയിലധികം അധികമായി കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. കേന്ദ്രവിഹിതത്തിൽ നിന്നും കേരളത്തിന് കിട്ടാനുള്ള കുടിശ്ശികകൾ തൊഴിൽന്യായങ്ങൾ പറഞ്ഞ് നിഷേധിക്കുന്നുവെന്ന് പറയണം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ വോട്ട് ജോലി മാത്രമല്ല നോട്ട് ജോലി നടക്കുകയാണ്. നോട്ട് ജോലി നടക്കുന്നു എന്നതിന് തെളിവ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ തന്നെ ഹാജരാക്കുന്നുണ്ട്. അടുത്ത കാലത്ത് CAG
ധനകാര്യം സംബന്ധിച്ച് പുറത്തിറക്കിയ റിപ്പോർട്ട് കേരളത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 25% മാത്രമാണ് കേന്ദ്രത്തിൻ്റെ വിഹിതം. 75% സംസ്ഥാനം സ്വന്തം നിലയിൽ കണ്ടെത്തുകയാണ്. രാജ്യത്തെ ശരാശരി എടുത്താൽ സംസ്ഥാനം കേന്ദ്രവിഹിതമായി 50% മുകളിൽ ലഭിക്കുമ്പോഴാണ് ഈ അവഗണന എന്നുള്ളത് നാം തിരിച്ചറിയണം. സർ, നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന മാസങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ കേന്ദ്രം തന്നെ അംഗീകരിച്ചു തന്ന കടപരിധിയിൽ നിന്നും 5,944 കോടി രൂപ വെട്ടിക്കുറച്ചു. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ ചെലവുകൾ ഏറ്റവും ഉയർന്നു നിൽക്കുമെന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവസാന മാസങ്ങളിൽ ഇങ്ങനെയൊരു പ്രഹരം നമുക്ക് തന്നത്. കേരളത്തോടുള്ള ഒരു ഇരട്ടടിയായിട്ടാണ് ഈ നടപടിയെ കാണേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട കത്ത് ലഭിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ കേന്ദ്ര ധനമന്ത്രിയെ ഡൽഹിയിലെത്തി നേരിൽ കണ്ട് സംസ്ഥാനത്തിൻ്റെ പ്രതിഷേധം അറിയിക്കുകയും നടപടി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്രം അത് ചെവിക്കൊണ്ടിട്ടില്ല. ഈ വർഷം മാത്രം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വരുമാനത്തിൽ നിന്നും അപ്രതീക്ഷിതമായി വെട്ടിക്കുറച്ചത് 17,000 കോടി രൂപയാണ്. ഇതിനൊക്കെ പുറമെയാണ് 2025-26 സാമ്പത്തിക വർഷം കേന്ദ്രം കൊണ്ടുവന്ന GST നിരക്ക് പരിഷ്കരണം 8,000 കോടി രൂപ വരെ വാർഷിക നഷ്ടം നമുക്കുണ്ടാക്കുന്നത്. എന്നാൽ സാധാരണക്കാർക്ക് ഈ നികുതി കുറവിൻ്റെ ഗുണം ലഭിക്കുന്നുമില്ല. ഫെഡറലിസം ഇന്ത്യയുടെ ആത്മാവ്. സർ, ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങളാണ് കരുത്തുറ്റ ഒരു യൂണിയൻ്റെ നിർണായക ഘടകം. എന്നാൽ ഇന്ന് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം ചരിത്രത്തിലില്ലാത്ത രീതിയിൽ കവർന്നെടുക്കപ്പെടുകയാണ്. കേന്ദ്രത്തിൻ്റെ ഉപഗ്രഹങ്ങൾ പോലെ സംസ്ഥാനങ്ങൾ നിലകൊള്ളേണ്ടി വരുന്നു. കേന്ദ്ര സർക്കാർ അനുവദിച്ചു നൽകുന്ന വിഹിതം വാങ്ങി ഏറാൻ മൂളികളെ പോലെ സംസ്ഥാനങ്ങൾക്ക് ഉപജീവിക്കേണ്ടി വരുന്നു. സർ, വരും കാലത്ത് ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങൾക്ക് മേലുള്ള കേന്ദ്രത്തിൻ്റെ കടന്നുകയറ്റം സംബന്ധിച്ചുള്ളതായിരിക്കും. സർ, കേരളത്തോടുള്ള അതിഗുരുതരമായ സാമ്പത്തിക അവഗണനയ്ക്കെതിരെ നാടിൻ്റെ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ബജറ്റ് പ്രസംഗത്തിലൂടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്.